ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നമ്മൾ വൈറലായിട്ടുള്ള ആ ഒരു ഐസ്ക്രീം ഇല്ല, അതിൻ്റെ ആ ഒരു ഷേപ്പ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ കൊടുത്താൽ അവർക്ക് വളരെ ഹാപ്പി ആവും. അപ്പം അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഡബിൾ പോളിഷ് ചെയ്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലില്ല, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാനൊരു യെല്ലോ ഫുഡ് കളറ് 1-2 ഡ്രോപ്സ് ഇറ്റിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു യെല്ലോ ഷെയ്ഡ് കിട്ടണമല്ലോ നമ്മൾ ആ ഒരു മാംഗോൻ്റെ ആ ഒരു ഐസ്ക്രീമിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേറെ കളറ് വേണമെങ്കിൽ വേറെ കളർ യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ യെല്ലോ ഡ്രോപ്സ് 1-2 ഡ്രോപ്സ് ഇതുപോലെ ഇറ്റിച്ച് കൊടുത്തിട്ട് ഒരു യെല്ലോ കളർ ഷെയ്ഡാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിപ്പം നമ്മൾ ആ ഒരു കവറിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ, ഐസ്ക്രീമിൻ്റെ ആ ഒരു കവറിങ് വേണമല്ലോ, നമുക്കതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അത് നല്ലോണം ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മോൾഡിലേക്ക് മാറ്റി കൊടുക്കട്ടെ. ഇത് നമ്മൾ ആ വൈറലായ ഒരു ഐസ്ക്രീം ഇല്ല, അതിൻ്റെ ആ മോൾഡാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ബോൾസ് കളയാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ഐസ്ക്രീമൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ നല്ലൊരു ഹാപ്പി ഉണ്ടാവുമല്ലോ കുട്ടികൾക്കൊക്കെ. അതുപോലെ തന്നെ കഴിക്കാനും നല്ലൊരു ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷേപ്പ് ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഈ മോൾഡിലേക്ക് അത് ഞാൻ നമ്മളെ ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ഐസ്ക്രീം ഫില്ല് ചെയ്തിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഐസ്ക്രീം ഇതുപോലെ മെൽറ്റ് സെറ്റാക്കിയിട്ട് വെച്ചിട്ട് ഒരു കോട്ടിങ് ആക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ സാധാ ഡിപ്പ് ചെയ്തിട്ട് ആക്കി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഞാനിതെല്ലാം മോൾഡിലേക്കും ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് നല്ലോണം ചെറിയ നേരിയ ലെയറാക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അധികം തിക്കാവാൻ പറ്റില്ല കേട്ടോ. തിക്കായി കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് ഇതുപോലെ നേരിയ ലെയറാക്കിയിട്ട് നമുക്ക് എല്ലാം ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാനിത് 4ഉം ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ 4ഉം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 100 ഗ്രാം ചോക്ലേറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു 4എണ്ണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു 100 ഗ്രാം ചോക്ലേറ്റ് മതിയാവും കേട്ടോ. എന്നിട്ട് അതൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഫ്രീസറിലോ എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ലിറ്റർ ക്രീമാണ് ഈ എടുത്തിട്ടുള്ളത്. ക്രീം സ്വീറ്റ്നെസ് ഇല്ലാത്തതാണ് കേട്ടോ എടുക്കേണ്ടത്. നമ്മൾ ആ ഒരു കേക്ക് ഉണ്ടാക്കുന്ന ക്രീമല്ല, സ്വീറ്റ്നെസ് ഇല്ലാത്ത ഒരു ക്രീം വരുന്നില്ല, അതാണ് കേട്ടോ എടുക്കേണ്ടത്. കേക്കിന് ഞാനിവിടെ മാക്ടോപ്പിൻ്റെ ക്രീമാണ് യൂസ് ചെയ്യൽ. അപ്പം അതല്ല കേട്ടോ എടുക്കേണ്ടത്. നമ്മൾ ക്രീമില്ലാത്ത ഒന്നിക്ക് പക്കെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലത്തെ ക്രീം വേറെ ഏതെങ്കിലും ക്രീം ഉണ്ടെങ്കിൽ അത് എടുക്കട്ടെ. എന്നിട്ട് അത് ചേർത്ത് ഒരു 1/2 ലിറ്റർ ക്രീമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കട്ടെ. ഒരു 2-3 മിനിറ്റ് അടിച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ ഇതുപോലെ നമുക്ക് നല്ല തിക്കായിട്ട് കിട്ടുക. അപ്പോൾ ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സി തന്നെ ധാരാളം. അപ്പോൾ മിക്സി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഐസ്ക്രീമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തന്നെ തയ്യാറെടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഒരു ടിന്ന് മിൽക്ക് മേഡാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇത്രയും മധുരം വേണ്ടെങ്കിൽ ഈ ടിന്നിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എത്രയാണോ മധുരം അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതിയേ. അപ്പം ഞാനിപ്പം 1/2 ലിറ്ററിന് ഒരു ടിന്ന് മിൽക്ക് മേഡ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഞാൻ ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാംഗോൻ്റെ ആ ഒരു പൾപ്പ് വരുന്നില്ല, അതാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ പൾപ്പില്ലെങ്കിൽ ഫ്രഷ് മാംഗോ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്തിടത്തും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പം പൾപ്പാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രഷ് മാംഗോ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതിയേ. അപ്പം ഈ ഒരു മിൽക്ക് മേഡിൻ്റെ ഫുള്ളായിട്ട് ഞാനിവിടെ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് ഞാൻ പറഞ്ഞില്ല മാംഗോൻ്റെ ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാംഗോൻ്റെ പൾപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടെന്ന്. അപ്പം ഈ ഒരു ബ്രാൻഡിൻ്റെ മാംഗോ പൾപ്പാണ് എന്നിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഫ്രൂട്ടീൻ്റെ അത് എല്ലായിടത്തും ഇപ്പോൾ അവൈലബിൾ ആണല്ലോ ഈ ഒരു പൾപ്പ്. നമുക്ക് അറിയാമല്ലോ എല്ലാ ഫ്ലേവറും വരുന്നുണ്ടല്ലോ. അതിലേക്ക് ഞാൻ മാംഗോൻ്റെ ഒരു 3-4 സ്കൂപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഐസ്ക്രീം ഇവിടെ റെഡിയായി വരും കേട്ടോ. അപ്പോൾ നമുക്ക് മിക്സി വെച്ചിട്ട് നമുക്ക്
എളുപ്പത്തിൽ ഒരു ഐസ്ക്രീമൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ബീറ്ററൊക്കെ ആണെങ്കിൽ കുറേ ബീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കുറേ സമയം എടുക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് മിക്സിയിൽ ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ തന്നെ നല്ല ഐസ്ക്രീമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോഴേക്കന്നെ നമ്മൾ ആ ഒരു നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ച് നമ്മൾ ആ ചോക്ലേറ്റ് വെച്ച ആ മോൾഡില്ല അതൊക്കെ സെറ്റായി വന്നിട്ടുണ്ടാവും കേട്ടോ. അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റായി വരും. നമുക്ക് ചോക്ലേറ്റ് ആകുമ്പോൾ വേഗം സെറ്റായിട്ട് വന്നു. തണുപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ വെച്ചാൽ മതിയേ, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പം അതിലേക്ക് ഞാനൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. സ്റ്റിക്കിൻ്റെ വലിപ്പം കുറച്ചധികം ആയതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഹാഫ് പോർഷനാണ് വെച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് വലിപ്പം കൂടിപ്പോകും. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റിക്ക് ഇതുപോലെ 2 പീസാക്കിയിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്പം ഇതിനനുസരിച്ചിട്ടുള്ള ഒരു ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ, അതേ സൈസിൽ. എന്നിട്ട് ഇതുപോലെ എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിതുപോലത്തെ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഒരു അതിശയമാവും, അതുപോലെ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഇങ്ങനത്തെ ഐസ്ക്രീം നമുക്ക് ഉണ്ടാക്കാൻ ഇതുപോലത്തെ മോൾഡൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ വൈറലായ ഒരു ഐസ്ക്രീമും കൂടി ആയതുകൊണ്ട് ഈ ഒരു ഷേപ്പ് കാണുമ്പോൾ കുട്ടികൾക്ക് നല്ലൊരു കൗതുകവും കാണും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഐസ്ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ ഒരു ഓവർനൈറ്റോ അല്ലെങ്കിൽ 3-4 മണിക്കൂറോ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതിയേ. എന്നിട്ട് അതിൻ്റെ ആ ഒരു മോൾഡ് നമുക്ക് ഇളക്കിയെടുക്കാൻ കേട്ടോ വേണ്ടത്. പിന്നെ അതിൻ്റെ താഴ്ഭാഗത്ത് അതും കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ആ സ്റ്റിക്ക് ഇറക്കി കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഇതൊന്ന് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം അതിൻ്റെ ആ ഒരു അതിനനുസരിച്ചിട്ടുള്ള സ്റ്റിക്ക് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ഹോളുണ്ടല്ലോ അതിനനുസരിച്ചിട്ടുള്ള സ്റ്റിക്ക് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ സ്റ്റിക്ക് അതിൻ്റെ അകത്തേക്ക് കുത്തി കൊടുത്തിട്ട് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു 1/2 ലിറ്റർ ക്രീം കൊണ്ട് നമുക്ക് ഈ ഒരു 4 മോൾഡിലേക്ക് ഒഴിച്ചിട്ട് ബാക്കിയൊരു പാത്രത്തിലും കൂടെ ഉണ്ടായിരുന്നേ, ബാക്കിയുള്ളതും കൂടി ഞാനൊരു പാത്രത്തിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു 1/2 ലിറ്റർ ക്രീം കൊണ്ട് നമുക്ക് ഇത്രയധികം ഐസ്ക്രീം നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് നല്ല റേറ്റ് ആവുമല്ലോ, അപ്പോൾ അതിനേക്കാളും നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഐസ്ക്രീം നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രീസറിൽ ഒരു 3-4 മണിക്കൂർ സ്റ്റോർ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ നമുക്ക് മോൾഡിൽ നിന്നും മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ സൈഡൊക്കെ ചെറുങ്ങനെ ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു, അതും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ല, അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയും പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നല്ലൊരു കൗതുകം ഉണ്ടാവും കേട്ടോ. അപ്പം എല്ലാവരും ഈ ഒരു ഐസ്ക്രീമൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബൊക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.